ഈ 2016 അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് പിണറായി വിജയനൊക്കെ പറഞ്ഞത് അന്ന് അവതാരങ്ങളാണ് ഭരിച്ചിരുന്നത്, അധികാരത്തിന്റെ ഇടനാഴിയിൽ അവതാരങ്ങൾ കളിക്കുകയാണ്, അത് തങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയുന്ന 2016 അധികാരത്തിൽ ഏറുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്. പിന്നീട് ഈ കഴിഞ്ഞ 9.5 വർഷത്തിനിടയ്ക്ക് എത്ര 9,000-ലധികം അവതാരങ്ങൾ വന്നിറങ്ങി ഈ പിണറായി വിജയന്റെ കൂടെ നിൽക്കുകയും പിണറായി വിജയനെ പറ്റിക്കുകയും എല്ലാം ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരോടൊപ്പം നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവര് ഇപ്പോൾ പുതിയൊരു അവതാരം വന്നപ്പോൾ അതിന്റെ ഒരു എന്താ പറയുക പിതൃത്വം വി ഡി സതീശന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. സത്യം പറഞ്ഞാല് ഇത് ഈ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയനും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയും ഒരു സർക്കാരുമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നത്. മറുവശത്ത് ഒരു യു ഡി എഫ് സർക്കാരോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എപ്പോഴും രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യമാണിത്. അമ്മാതിരി സ്റ്റേറ്റ്മെന്റ് ആണ്, അമ്മാതിരി നിരീക്ഷണമാണ് കോടതി ഇന്നലത്തെ ആ ഇടക്കാല ഉത്തരവിൽ നടത്തിയിരിക്കുന്നത്. അതല്ല, ഇതിപ്പോ ഭരണം യു ഡി എഫിന്റെ കയ്യിലായിരുന്നു, ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എങ്കിൽ ഈ കേരളം കത്തിക്കാൻ LDF നിൽക്കില്ലായിരുന്നു. SFIക്കാരും DYFIക്കാരും എല്ലാം പിന്നെ എല്ലാവരും ശരണം പിടിച്ച് റോഡിൽ ഇറങ്ങുമായിരുന്നു ഇല്ലേ? അതെ, ഇവര് വിശ്വാസികൾക്ക് ഒപ്പമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യക്ഷത്തിൽ വിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാർട്ടികളല്ല. എങ്കിൽ പോലും അവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇപ്പോഴും വിശ്വാസികളെ മൊത്തം കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ വിശ്വാസം ആളി കത്തിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ പ്രതിഷേധമായിട്ട് മതിൽ കെട്ടുകയും മറ്റു സംഭവങ്ങളെല്ലാം നടത്തി സർക്കാരിനെ പുറത്താക്കിയേനെ, സർക്കാരിനെ രാജിവെപ്പിച്ച് പുറത്തുവിടുന്ന ഒരു നടപടിയിലേക്ക് അവർ പോയേനെ.